സംസാരിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കുറച്ച് ഞാൻ അത്ര ഹാപ്പി ആയിട്ടല്ല, ഹാപ്പി മൂഡിലല്ല ഉള്ളത്. ഓക്കെ, ഞാനത് മറന്നതാണ്. ഇപ്പം ഇന്ത്യ കണ്ടപ്പോൾ പിന്നെ ഓർമ്മ വന്നു. ഇന്നലെ ഞാൻ കുറച്ച് അൺഹാപ്പി ആയിരുന്നു, കുറച്ച്, വലിയ കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ ഹനാൻഷ ഫെജോവും കൂടിയിട്ടുള്ള നമ്മളെ പരിപാടി ഇന്നലെ കണ്ണൂർ പോലീസ് മൈതാനത്തിൽ വെച്ച് നടന്നു. സംഭവം ഞാൻ പറഞ്ഞുതരാം, നമ്മൾ പ്രതീക്ഷിച്ച അത്ര ആളുണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ അത്ര ആൾ കുറവ് അങ്ങനെയൊന്നുമല്ല. അത് ഞാൻ ഇതിൻ്റെ വീഡിയോ നാളെ മറ്റന്നാളായിട്ട് ഞാൻ റീലായിട്ട് ഇടാം. ഒരു 2000-2500 ആൾക്കാരുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു 6000-7000 ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 10,000 ആൾക്കാർ ഹനാൻഷയിലുള്ളതുകൊണ്ട് വലിയൊരു ജനസാഗരം തിക്കും തിരക്കും നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ ഒരു 2,000-2,500 ആള് ആ ഒരു ടൈപ്പ് അത്രേ ആൾക്കാരുണ്ടായിട്ടുള്ളൂ. ഓക്കെ, വലിയ ആൾ കുറവൊന്നും ആയിരുന്നില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ അൺഹാപ്പി ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിട്ട് ചെയ്ത് അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് മനസ്സിലായി. നമ്മളെ രണ്ടാം ഭാഗം, നമ്മളെ വൈൽഡ് ഫയറിന്റെ രണ്ടാം ഭാഗമാണ്. നമ്മൾ ഒന്നാം ഭാഗം കൊച്ചിയിൽ വെച്ചു. വൈൽഡ് ഫയർ 1 തൊട്ട് ഞാനും ഫെജോ ഈഗിളും വെച്ചിട്ട് കൊച്ചിയിൽ പരിപാടി വെച്ചു. ഭയങ്കര ആളായിരുന്നു. ഈ പരിപാടി നിങ്ങൾക്ക് കണ്ടറിയാം, അത്ര ആളായിരുന്നു. പക്ഷെ കണ്ണൂർ പോലീസ് മൈതാനത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു പകുതി ആളെ വന്നിട്ടുള്ളൂ, മനസ്സിലാവും. അപ്പം കുറച്ച് ഞാനൊരു കാര്യം പറ്റേ, ഇത് വേണമെങ്കിൽ എനിക്ക് സംസാരിക്കാണ്ടിരിക്കാം. ഓക്കെ, ഇത് വേണമെങ്കിൽ എനിക്ക് സംസാരിക്കാണ്ടിരിക്കാം. സാധാരണ വേറെ ആയിരുന്നെങ്കിലും ആർട്ടിസ്റ്റിന്റെ പരിപാടിക്കാതെ ഇങ്ങനെ ആൾ കുറവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇഗ്നോർ ചെയ്ത് വിടാം, എനിക്ക് ഇഗ്നോർ ചെയ്ത് വിടാം. പക്ഷെ ഐ അക്സെപ്റ്റ് മൈ ഫെയിലിയേഴ്സ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു, അതിന് കാരണങ്ങളുണ്ട്. ഓക്കെ, അത് സംഭവം അങ്ങനെ ആയി, അത് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇട്ട പൈസ തിരിച്ചു കയ്യിൽ നിന്ന് കിട്ടീന്, ലാഭവും എല്ലാം ഉണ്ടാക്കിന്. ഓക്കെ, അത് ഫ്ലോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അത്ര പ്രതീക്ഷിച്ച അത്ര ആൾക്കാർ അതിലുണ്ടായിട്ടില്ല. ഓക്കെ, ഐ അക്സെപ്റ്റ് മൈ ഫെയിലിയർ ബ്രോ. അത് സ്റ്റിൽ എനിക്ക് സാഡ്, എനിക്ക് അതിൽ വിഷമമുണ്ട്, എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ ദാറ്റ്സ് ഹൗ ലൈഫ് ഈസ്. ഓക്കെ.